ഹലോ, ഗുഡ് മോർണിംഗ്. അഞ്ചാളുടെ ആ ഇവര് 4, ഞാനൊന്ന് 5. ആ അപ്പോൾ കേസ് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചോനാമ്പാറയിലേക്കുള്ള നമ്മുടെ ബസ്സാണ്. നമ്മൾ ബസ്സിന് കാത്തു നിൽക്കാൻ വേണ്ടി കുറേ നേരമായി. കറക്റ്റ് 6 മണിയുടെ സമയം. എന്താ 6:30യോ? 6:05 അല്ലേ? 6:05 തന്നെ പുള്ളി എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അടക്കട ആ ഇത് വേറെ ബസ് മാറിയല്ലോ. ആ ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നെയ്യാർ വന്യജീവി സംഘത്തിൻ്റെ ഭാഗമായ വനത്തിനകത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. വനത്തിനകത്ത് കൂടിയുള്ള റോഡ്. ഇതിൽ കൂടെ ചോനാമ്പാറ എന്ന് പറഞ്ഞൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ആ സെറ്റിൽമെൻറ്റിലേക്ക് KSRTC ഓടിക്കുന്നൊരു ബസ്സാണ് കേട്ടോ. ബസ്സിൽ അധികം യാത്രക്കാരൊന്നും ഇല്ല. അന്നത്ര വലിയ ലാഭമുള്ള റൂട്ടുമല്ല. എങ്കിലും KSRTC അവർ ഈ ജനങ്ങൾക്കൊരു സേവനം എന്നുള്ള നിലയ്ക്ക് ഉൾപ്രദേശത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന ഒരു ട്രിപ്പാണ്. ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് KSRTCയുടെ കാട്ടാക്കട ഡിപ്പോയാണ്. രാവിലെ അവർ നേരത്തെ എടുത്തിട്ട് ഈ ചോനാമ്പാറിലെത്തും. ചോനാമ്പാറിൽ ഒരു 6:15 സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് റിട്ടേൺ പിന്നെ കാട്ടാക്കടയ്ക്കാണ് കേട്ടോ. കാട്ടാക്കടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ചോനാമ്പാറ വന്ന് വീണ്ടും അവിടെ നിന്നും ഉള്ളിലേക്ക് പോകും. അവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്കാണ് ട്രിപ്പ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇപ്പോൾ നമ്മൾ നേരെ പോകും, ചോനാമ്പാറ ചെന്നിറക്കും. പക്ഷേ തിരിച്ച് വരുമ്പോൾ വീണ്ടും ഉള്ളിലേക്കൂടെ ഒന്നുകൂടി കയറും. അത് ശരിക്കും ഓഫ് റോഡ് അങ്ങനെ വല്ലാത്തൊരു അനുഭവം കേട്ടോ. സൂപ്പർ വനത്തിൻ്റെയും ഉൾഗ്രാമങ്ങളിലൊക്കെ കാഴ്ചകളാണ്. നമ്മൾ ആ കാഴ്ചകളിലേക്കാണ് പോണത്. നമ്മൾ ഈ ബസ്സിൽ കയറിയത് കോട്ടൂർ എന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ. അവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ശരിക്കും അവിടെ നിന്ന് ഉള്ളിലേക്ക് ആളുകളൊന്നും കടത്തി വിടില്ല. അവർ ഫോറസ്റ്റുകാർ ചെക്ക് ചെയ്തിട്ടൊക്കെ കടത്തി വിടുള്ളൂ. പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. ഇതിപ്പോൾ ഈ റൂട്ട് ബസ് ആയതുകൊണ്ട് നമ്മളതിൻ്റെ കയറിയിട്ട് പോകുന്നു. നമ്മൾ സർവേയുടെ ഭാഗമായിട്ട് 2 ദിവസമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ രാവിലെ നേരെ ചോനാമ്പാറ തൊട്ട് മുമ്പ് നമ്മൾ ലെഫ്റ്റിലേക്കുള്ള റോഡ് വണക്കണമുണ്ടല്ലോ, അത് വാലിപ്പാറ എന്ന് പറഞ്ഞ ഉൾപ്രദേശത്തേക്കാണ് കേട്ടോ. നേരത്തെ പറഞ്ഞാണ് നമ്മൾ റിട്ടേൺ വരുമ്പോൾ വാലിപ്പാറ വഴിയാണ് വരിക. വൈകുന്നേരത്തെ ട്രിപ്പ് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വാലിപ്പാറ വഴി കറങ്ങിയാണ് പോവുക. ഇതിപ്പോൾ രാവിലത്തെ ട്രിപ്പ് അതുകൊണ്ട് നേരെ പോയിട്ട് ചോനാമ്പാറ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ വാലിപ്പാറ വഴി ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ ഉൾപ്രദേശമാണ്. കൂടുതൽ ആളുകൾക്ക് ബസ് കയറാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ കറങ്ങി വരുന്നത്. ആണോ? ആ ഞങ്ങൾ പോയിട്ട് വരാം. ടിക്കറ്റാണ് അവരെടുത്ത്. ആ ഇവിടെ ഇപ്പോൾ ദൂരെ മല കണ്ടല്ലോ, അത് അഗസ്ത്യകൂടാണ്. അപ്പോൾ അഗസ്ത്യകൂടത്തിൻ്റെ അവിടെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൂട്ടുകാരവിടെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചോനാമ്പാറ സ്റ്റോപ്പ് വരെ പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ വരും. റിട്ടേൺ വരുമ്പോൾ അവരെ കയറ്റിയിട്ട് നമ്മൾ മടങ്ങിപ്പോകും.
നമ്മളിപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ചോനാമ്പാറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശത്ത് നിന്ന് ഉള്ളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നിന്നവർക്ക് ബസ് കയറി ടൗണിലേക്ക് പോകും. രാവിലെ നേരത്തെ പണിക്ക് പോകേണ്ടവരും അല്ലെങ്കിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോകേണ്ടവർക്കൊക്കെ ഈ ബസ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിവിടെ വണ്ടി ഒരു 5 മിനിറ്റ് ഇവിടെ ഹാൾട്ടാക്കും കേട്ടോ. ഇവിടെ വലിയ കടകളോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വനത്തിനോട് ചേർന്ന ഉൾവന പ്രദേശത്തെ ഒരു ചെറിയ ഗ്രാമം, അതാണ് ഇപ്പോൾ ഈ ചോനാമ്പാറ. നമ്മുടെ KSRTC ബസ് ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഉൾപ്രദേശത്തിലെ ഗ്രാമം, അത് വനത്തിനോട് ചേർന്ന ഗ്രാമം, വനത്തിനകത്ത് തന്നെ ഗ്രാമമായ ചോനാമ്പാറയിൽ ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കുകയാണ്. രാവിലെ 5:30 കാട്ടാക്കടയിൽ നിന്ന് എടുത്ത ബസ്സാണ്. ഇവിടെ ഇപ്പോൾ 6:15 എത്തിയിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ, കുട്ടികൾക്ക് പുറത്തേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്, നിരവധി കുട്ടികളൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി സൗകര്യത്തിന് വേണ്ടി വന്നിരിക്കേണ്ട വണ്ടിയിലാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് അത് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇതൊക്കെ KSRTCയുടെ ചെറിയൊരു ബസ്സാണ്, കട്ടീസ് വണ്ടിയാണ്. കാട്ടാക്കട, കോട്ടൂർ, ഉത്തരംകോട്, കുറ്റിച്ചാൽ വഴി. സാധാരണ നമ്മൾ കാണാറിയും KSRTC ബസ്സൊക്കെ നിൽക്കുന്ന വലിയ ടൗണുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ പ്രദേശങ്ങളിലൊക്കെയാണ്. ഇതിപ്പോൾ തികച്ചും ചെറിയൊരു ഗ്രാമം, ഒറ്റപ്പെട്ട പ്രദേശം, ചോനാമ്പാറ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിനകത്താണ്, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിനകത്തുള്ള ഒരു സെറ്റിൽമെൻറ്റാണ് കേട്ടോ. കാണി വിഭാഗക്കാർ സെറ്റിൽമെൻറ്റാണ്. അവർക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ് KSRTC സർവീസ് നിലയ്ക്ക് ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ബസ് കൊണ്ട് വലിയ വരുമാനമില്ല, പക്ഷേ ഇത് സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഓടേണ്ടതാണ്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഏക ആശ്രയം, വേറെ ബസ്സൊന്നും ഈ വഴിക്കില്ല. KSRTCയുടെ ഈ 2-3 ബസ്സുകൾ പകൽ പല നേരത്തെ ഓടും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ബസ് പുറപ്പെടാൻ പോകണ്ടോ. എന്താ പറയുക പേര്? അനീഷ. അന്നേരം പറഞ്ഞിരുന്നു അനീഷ്. ഓക്കെ. ആ മുന്നേ വന്നു കാണാൻ പറ്റില്ല. അഞ്ചാളുടെ ആ ഇവർ 4, ഞാനൊന്ന് 5. ആ ഞങ്ങളെക്കാർ പോയിന്റ് വരെ.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാലിപ്പാറയിലേക്ക് തിരിയാം കേട്ടോ. വാലിപ്പാറ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഉൾപ്രദേശമാണ്. നമ്മളിപ്പോൾ നേരെ റോഡിന് വിട്ടാൽ നമ്മൾ പുറപ്പെട്ട സ്ഥലമായ കോട്ടൂരിലെത്തും. പക്ഷേ ഇവിടെ വാലിപ്പാറ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഉൾപ്രദേശമുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും കൂടി ബസ് കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബസ് അങ്ങോട്ട് ഓടിക്കാം കേട്ടോ. അങ്ങോട്ട് ഓടിക്കുമ്പോൾ ആ ഭാഗത്താണെങ്കിൽ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ റോഡില്ലാത്തടത്തുകൂടി അല്ലെങ്കിൽ ഏത് പരിക്കൻ സ്ഥലത്തും KSRTC എത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ വാലിപ്പാറയ്ക്കുള്ള ട്രിപ്പ്. നമ്മൾ ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നോക്ക്, ഇതിപ്പോൾ ടാർ ചെയ്യാത്ത വനത്തിൽക്കൂടെയുള്ള റോഡാണ് കേട്ടോ. ഇതിപ്പോൾ ലാഭം പ്രതീക്ഷിച്ച് ഈ സർവീസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ കൂടെ വണ്ടി ഓടിക്കുന്നില്ല. KSRTC ആയതുകൊണ്ടാണ് അവർ ഇതിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. ഉൾപ്രദേശത്തെ അതായത് വനത്തിനകത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബസ്സാണിത്. ആ അവസ്ഥ കാണാമല്ലോ. ഈ ബസ്സിൻ്റെ ടൈമിങ് വളരെ പ്രസക്തമാണ് കേട്ടോ. കാര്യം രാവിലെ പണിക്ക് പോകാൻ നേരത്ത് ഈ ബസ്സിന് പോകാം, വൈകുന്നേരവും ഇതേപോലെ തന്നെ പണി കഴിഞ്ഞിട്ട് വരുന്ന സമയത്തും ഈ ബസ്സുണ്ട്. അപ്പോൾ ഉൾപ്രദേശത്തെ ആളുകൾക്ക് ഈ ഉള്ളിൽ നിന്ന് ടൗണിലേക്ക് എത്താനും തിരിച്ച് ടൗണിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് എത്താനും ഈ ബസ് ഉപകരിക്കും.
ഞാൻ അങ്ങനെ പിടിക്കാൻ നോക്കിയാൽ നടക്കൂല. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം വന്ന റോഡിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് കയറിയിരിക്കാൻ കേട്ടോ. ഇപ്പോൾ നല്ല റോഡ് കിടന്ന് നേരെ നമ്മൾ നമ്മുടെ കോട്ടൂരിലേക്ക് തന്നെ എത്തുകയാണ്. ഓഫ് റോഡും കാര്യങ്ങളും ആ ടാർ ചെയ്യാത്ത റഫായ റോഡൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് നേരെ തിരിച്ചു പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് രാവിലെ ആയതുകൊണ്ട് നമ്മൾ അധികം എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്കിന്ന് അധികം മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ ഡ്രൈവർ പറഞ്ഞത് അദ്ദേഹം വളരെ അപൂർവമായിട്ട് എന്തൊക്കെ ചെറിയ മാനൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തായാലും ആനയും അതുപോലെ കടുവയൊക്കെ ഉള്ള നല്ല വലിയ വിശാലമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്. റോഡിൻ്റെ ഒരു സൈഡിൽ നദിയും അപ്പുറത്തേക്ക് വീണ്ടും വിശാലമായ കാടുകളൊക്കെയാണ്. രാവിലെ 6 മണി സമയത്താണ് നമ്മൾ ഇതിൽ കൂടെ സഞ്ചരിച്ച് ഇതെങ്കിൽ പോലും നമുക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് മൃഗങ്ങളില്ലാത്ത കാട് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. മൃഗങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. എങ്കിലും രാവിലത്തെ ആ ശാന്തതയും ആ തണുപ്പും ആ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനൊക്കെ പറ്റി നല്ലൊരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ല വാനത്തേക്കൂടെ സൂപ്പർ ഒരു യാത്രയായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്.